ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റുന്നു. പ്രിയരെ, കർത്താവിൻ്റെ വചനധ്യാനത്തിനായി ഒരിക്കൽ കൂടി ഒരു അവസരം ദൈവം തന്നിരിക്കുകയാണല്ലോ. ദൈവവചന ചിന്തകൾക്ക് വേണ്ടി കാതോർക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്ന കൂടെ നിങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് മഹാദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും നമുക്ക് വേണ്ട ആത്മീക വെളിച്ചം വചനത്തിലൂടെ പ്രകാശിപ്പിച്ചു തരുവാൻ നമ്മുടെ ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും പിന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ ബൈബിളിലെ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്ന് ദൈവിക ചിന്തയ്ക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിക്കാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ആമുഖ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസ സമൂഹത്തെ മുഴുവൻ ആത്മാവിൽ ബലപ്പെടുത്തി അവർ നേരിടുന്ന എതിരാളികളാലുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളുമൊക്കെ അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ തന്നെ പൗലോസ് വിശുദ്ധ സഭയ്ക്ക് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് പൗലോസ് കാരാഗ്രഹത്തിനകത്ത് ചങ്ങല ധരിച്ചവനായി കഷ്ടം സഹിച്ച് കിടക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത്. കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും എതിരാളികളാൽ സഹിച്ച പങ്കപ്പാടുകളെ നടുവിൽ സുവിശേഷം നിമിത്തം കാരാഗ്രഹത്തിനകത്തായിരിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ സഹവിശ്വാസികളായിരിക്കുന്ന മറ്റ് ആളുകൾക്ക് ഹൃദയത്തിനകത്ത് ഇതാണോ ക്രിസ്തീയ ജീവിതം എന്നൊരു തോന്നലുണ്ടാകും എന്നൊരാശങ്ക പൗലോസിൻ്റെ അകത്തുണ്ടായിരുന്നു. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിനു വേണ്ടി നിലകൊണ്ട് ഇത്ര ശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിച്ച പൗലോസിന് ഇതാ ഗതിയെങ്കിൽ ഞങ്ങളുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും എന്ന് സാധാരണക്കാരായ വിശ്വാസികൾ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അവബോധം പൗലോസിനെ വല്ലാതെ ഭാരപ്പെടുത്തി. ആ സന്ദർഭത്തിൽ ഫിലിപ്പിയ സഭക്കാർക്ക് താൻ എഴുതുകയാണ്, ഇതൊന്നും കണ്ട് ഭാരപ്പെടരുത്. ഈ ചങ്ങലയോ ഈ കാരാഗ്രഹമോ ഈ കഷ്ടമോ ഒന്നും എന്നെ തളർത്തിയിട്ടില്ല. ഇതിനകത്ത് നിങ്ങൾ പ്രശംസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവൂ എന്ന കാര്യം ആവർത്തിച്ച് ഈ സഭയെ ഓർപ്പിക്കുകയാണ്. ഈ സഭയെ മാത്രമല്ല, വിശുദ്ധ ബൈബിളിനകത്ത് ഈ ലേഖനം ഇങ്ങനെ തന്നെ വന്നതുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ കാലത്തുമുള്ള സഭയോടുള്ള ദൈവത്തിൻ്റെ ആലോചന കൂടിയായി ഇത് മാറി. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് വായിച്ച വേദവാക്യത്തിൻ്റെയൊക്കെ പ്രസക്തി നിലനിൽക്കുന്നത്. ഇവിടെ എതിരാളികളാൽ വല്ലാത്ത കഷ്ടം സഹിക്കുക 1-ാം നൂറ്റാണ്ടിൽ വെറുതെ ദ്രോഹിക്കുന്നവർ, അപമാനിക്കുന്നവർ, വളരെ അച്ചടക്കത്തോടെ വിനയബുദ്ധിയോടെ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ ഉപദ്രവിക്കുകയും കഷ്ടപ്പാടുകൾ വരുത്തുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത കൂട്ടം അവരുടെ നടുവിൽ അത് സഹിച്ചു വരുന്ന സമയത്ത് പൗലോസ് ഓരോരോ കാര്യങ്ങൾ എഴുതി വരുമ്പോൾ നമ്മൾ വായിച്ച 29-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അത് ദൈവം തന്നെ വെച്ചതാണെന്ന്. ദൈവം തന്നെ വെച്ചതാണ്. തറപ്പിച്ച് പറയുന്നു, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമോ അബദ്ധത്തിലോ ഒന്നും സംഭവിച്ചതല്ല. ഇപ്പം നമ്മളൊക്കെ സഹിക്കുന്ന ഈ കഷ്ടപ്പാടും പ്രയാസമുണ്ടല്ലോ, അത് ദൈവം തന്നെ വെച്ചത് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അനുവദിക്കുന്നതാണ് എന്ന് വെറുതെ പറയുകയല്ല. അതിൻ്റെ മുകളിലത്തുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നും കൂടി പിടികിട്ടും. അത് ഞാൻ 1 മിനിറ്റ് കൊണ്ടാണെങ്കിലും നിങ്ങൾ ഓർപ്പിച്ചിട്ടേ ഇന്നീ സന്ദേശം നിർത്തുകയുള്ളൂ. എന്നാൽ 29-ാം വാക്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ദൈവം തന്നെ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക അടയാളം, അതിലേക്ക് വരാം. രണ്ടാമത്തത്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ഈ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അവിടുത്തെ ഒരു വാക്ക് കണ്ടോ, വിശ്വസിക്കാൻ, കർത്താവിനെ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിനു വേണ്ടി ബാക്കിയുള്ള കാലം ജീവിക്കാൻ വേണ്ടി സമർപ്പിതരായ നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കാൻ മാത്രമല്ല, ഈ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാനും കൂടെ വരം നൽകിയിരിക്കുന്നു. ആ വാക്ക് ശ്രദ്ധേയമാണ് കേട്ടോ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്ന ഒരു വിധിയല്ല ഇത്. ഈ കൂടെയൊക്കെ ഉള്ളതേ സഹിച്ചേ പറ്റൂ എന്ന ഒരു
പൊതു തത്വമല്ല. പിന്നെയോ ഇവിടെ ദൈവവചനം പറയുന്നു, കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ വരം നൽകിയിരിക്കുകയാണെന്ന്. വേദപുസ്തകത്തിൽ ചില പ്രയോഗങ്ങളുണ്ട്. കൃപ, വരം, പ്രാപ്തി എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന സ്വർഗത്തിലെ അസാധാരണമായിരിക്കുന്ന കഴിവുകൾ, അതിനാണ് ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഒരുവന് ദൈവത്തിൻ്റെ വരം കിട്ടിയെന്ന് പറഞ്ഞാൽ ദൈവം അവനൊരു പ്രത്യേക കഴിവ് കൊടുത്തിരിക്കുന്നു. ഒരുവന് ദൈവത്തിൻ്റെ കൃപ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് തന്നെ അർത്ഥം. ദൈവത്തിൻ്റെ പ്രാപ്തി ലഭിച്ചു, ദൈവത്തിൻ്റെ ശക്തി കൊടുത്തു. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? മനുഷ്യനെ കൊണ്ട് പല കാര്യങ്ങൾ താങ്ങാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിനറിയാം. ഒരു മനുഷ്യനെ ചുമ്മായിട്ട് ഭാരപ്പെടുത്തിയാൽ, അതല്ല കുറച്ചുകൂടെ തന്നെ അപ്പുറത്തേക്ക് ചരിത്രപരമായി ചിന്തിച്ചാൽ, ക്രിസ്ത്യാനികൾ കഷ്ടം സഹിച്ചതുപോലെ ഇന്നത്തെ ഒരുതരം പ്രത്യേക വ്യവസ്ഥയിൽ ജീവിക്കുന്ന സമ്പന്നതയുടെ പ്രാധാന്യതയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തെ അല്ല പറയുന്നത്. കഷ്ടങ്ങൾ, പട്ടിണി, പിടിച്ചുപറി, യേശുവിനെ വിശ്വസിക്കുന്നവരെ പള്ളിഭ്രഷ്ടരാക്കി, ഭവനരഹിതരാക്കി, ഉപദ്രവിച്ച് ഇന്നും അതൊക്കെ സഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 1-ാം നൂറ്റാണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ അതിഘോരമായ പീഡനങ്ങൾക്ക് വിധേയപ്പെടുമ്പോൾ മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, ഈ മാർഗത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിനറിയാം. അതിന് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രത്യേക കഴിവുകളാണ് വരവും കൃപയും ശക്തിയും പ്രാപ്തിയുമെല്ലാം. ഇതിനെക്കുറിച്ചെല്ലാം ഓരോരോ പ്രസംഗങ്ങൾ പ്രസംഗിക്കേണ്ടി വരും. എന്താണ് വരം? എന്താണ് കൃപ? എന്താണ് ദൈവം തരുന്ന പ്രാപ്തി? എന്താണ് ദൈവത്തിൻ്റെ ശക്തി? ഇത് ലഭിച്ച മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനായിരിക്കും? ഇത് പഠന വിഷയമാണ്. കേവലം പ്രസംഗിച്ച് തീർക്കേണ്ടതല്ല. അതൊക്കെ നിങ്ങളുടെ വിചിന്തനത്തിനും പഠനത്തിനും തന്നെ ഞാൻ വിടുകയാണ്. ഒരു കാര്യം ഇന്ന് ചെവി തുറന്ന് കേട്ടുകൊള്ളുക. ക്രിസ്ത്യാനിയായി, ദൈവപൈതലായി കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ നയങ്ങൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് നേരിടാൻ വേണ്ടി ഉപയോഗിക്കാതെ, ഇന്നലെയോ മറ്റോ ഞാൻ ദിവസേനയുള്ള സന്ദേശത്തിൽ പറഞ്ഞു, പിതാവ് തരുന്ന പാനപാത്രത്തിനെതിരെ വാൾ ഊരാതിരുന്നാൽ, നിങ്ങൾ കേട്ട് കാണുക സന്ദേശം, ദൈവം ആ സമയത്ത് വരം തരും. ഇതിനെ ഫേസ് ചെയ്യാൻ, സഹിക്കാൻ, ഈ കടമ്പ കടക്കാൻ, ഇതിനെ ജയിക്കാൻ, ഇതിനെ തരണം ചെയ്യാൻ ദൈവം നമുക്ക്, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വരം നൽകും. ഞാനൊരു വാക്കിൽ അങ്ങനെ തന്നെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ചുമ്മാ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നവരല്ല, വിവരവും ബോധവും ഇല്ലാതെ ചുമ്മാ എന്തെങ്കിലും കേട്ട് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളല്ല. വേദപുസ്തക പ്രമാണപ്രകാരം ജീവിച്ചിട്ട് വല്ലാത്ത പോരാട്ടത്തിലും കഷ്ടത്തിലും സഹിക്കുന്നെങ്കിൽ അവർക്ക് ദൈവമായ കർത്താവ് വരം നൽകട്ടെ. ആ വാക്യം വെച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ വീട്ടിൽ നിൽക്കാൻ, ഈ നാട്ടിൽ നിൽക്കാൻ, ഈ പശ്ചാത്തലത്തിൽ നിൽക്കാൻ എനിക്ക് സർവശക്തനായ ദൈവം അങ്ങയുടെ വരം നൽകുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം ആ വരം നൽകാൻ വിശ്വസ്തനാണ്. എന്നാൽ പറയാൻ ഈ സന്ദേശത്തിൻ്റെ ടൈറ്റിലായിട്ടിട്ടിരിക്കുന്നത് ദൈവം വയ്ക്കുന്ന ചില അടയാളങ്ങൾ. 28, 29, 27 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം വെച്ചിരിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അത് വലിയ നമ്മുടെ കയ്യെ കെട്ടിക്കൊണ്ട് നടക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ അച്ച് കുത്തുന്നത് പോലെ കുത്തിവെക്കുന്നതോ പ്രിൻ്റ് ചെയ്യുന്നതൊന്നുമല്ല. അതൊരു ജീവിത ശൈലിയാണ്. എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ 26, 27 പോലൊക്കെ വായിച്ചു വരണം. അവിടെ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എതിരാളികളാൽ പലതും നേരിടുമ്പോൾ നിങ്ങൾ ഒരേ ആത്മാവിൽ, ഏക ആത്മാവിൽ നിലനിന്ന് കുലുങ്ങിപ്പോകാതിരിക്കണം. വിഷയങ്ങൾ വരുമ്പോൾ കുലുങ്ങരുത്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിലനിൽക്കണം. മറ്റുള്ളവരെ നിങ്ങൾ ഗ്രഹിപ്പിക്കണം. നിങ്ങൾ ഈ സഹിക്കുന്നതെല്ലാം കർത്താവിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാകണം, മറ്റുള്ളവർക്ക് മനസ്സിലാകണം. അങ്ങനെ നിങ്ങൾ പിടിച്ചു നിന്നാൽ, സുവിശേഷത്തിന് യോഗ്യമാ മണ്ണം നാം നടന്നാൽ, കുറച്ച് കഴിയുമ്പോൾ ഈ എതിരാളികളെല്ലാം പച്ചയ്ക്ക് അവിടെ എഴുതിയിരിക്കുന്നത് നശിച്ചു പോകുമെന്ന്. നമുക്ക് ആ വാക്കിനെ നിർമ്മലമായി തന്നെ ചിന്തിക്കാം. ഇപ്പോൾ കഷ്ടതയും പ്രയാസമൊക്കെ വരുത്തുന്നവർ
അവരങ്ങില്ലാതെ ആയിപ്പോക്കോളും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പിടിച്ചു നിൽക്കണം. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. ആത്മാവിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി പിടിച്ചു നിൽക്കണം. കുലുങ്ങരുത്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഗ്രഹിച്ചും പിടിച്ചു നിന്നും സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടന്നാൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇല്ലാതായി പൊക്കോളും. ഇത് ദൈവം വെച്ചിരിക്കുന്ന അടയാളമാണെന്നാണ് ഈ പൗലോസ് ഇവിടെ സ്ഥാപിക്കുന്നത്. നിങ്ങൾ 26, 27, 28, 29 വാക്യങ്ങൾ 1-2 പ്രാവശ്യം മനസ്സിരുത്തി വായിച്ചെങ്കിലേ അതിൻ്റെ ഉള്ളടക്കം മുഴുവനും കൂടി നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ ഇത് പിടികിട്ടുള്ളൂ. അതുകൊണ്ടിപ്പോൾ ഞാൻ നിർത്തുമ്പോൾ നിങ്ങളോട് പറയാം, കുലുങ്ങരുത്, ഏകാഗ്രത തെറ്റരുത്, ആത്മബലം കുറയരുത്, അയോഗ്യമായി നടക്കരുത്, പിടിച്ചു നിൽക്കണം. അതിനുള്ള വരം ദൈവം തരും. അതാണല്ലോ താഴെ എഴുതിയത്. ആ വരം പ്രാപിച്ച് ദൈവകൃപയിൽ പിടിച്ചു നിന്നാൽ കുറേ കഴിയുമ്പോൾ ഇന്നത്തെ പ്രതികൂലത്തിൻ്റെ കൂറ്റൻ മലകൾ കുറേ കഴിയുമ്പോൾ ഇല്ലാതെയാകും, നശിച്ചു പൊക്കോളും. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെയൊക്കെ തന്നെ അങ്ങ് തീർന്നോളും. ഇത് ദൈവം വെച്ചിരിക്കുന്ന അടയാളം, ഇത് ദൈവം വെച്ചതാകുന്നു. പ്രിയരെ, ആ ദൈവം വെച്ച അടയാളം ഒരുത്തൻ നേരോടെ ജീവിച്ചാൽ അവനെ ദൈവം കരുതിക്കോളും. അവന് വിരോധമായി വരുന്നതെല്ലാം ദൈവം തട്ടിമാറ്റിക്കോളും, ഇല്ലാതായിക്കോളും. ഇത് ദൈവം വെച്ച അടയാളം മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. ഇല്ലെങ്കിൽ ഒന്നോടെ ഈ സന്ദേശം കേൾക്ക്. ആ വേദവാക്യങ്ങൾ വീണ്ടും പ്രാർത്ഥനയോടെ വായിക്ക്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാകും. കഷ്ടം സഹിക്കുന്നതുകൊണ്ട് ലജ്ജിക്കരുത്. ആരെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പൗലോസിൻ്റെ നയം, അതിനകത്തൊന്നും കുലുങ്ങരുത്. ദൈവം വെച്ചതാണിതെല്ലാം. വരം തന്ന് ഈ കഷ്ടങ്ങളെ അടയാളമാക്കി മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്കത് ഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനായിട്ട് സ്തോത്രം, കൃപയ്ക്കായിട്ട് സ്തോത്രം. പൗലോസിനെ പോലത്തെ ദീർഘദർശിമാർ ഈ വക കാര്യങ്ങളെക്കുറിച്ച് കണ്ടെത്തിയ മഹാ അത്ഭുതകരമായിരിക്കുന്ന ദാർശനികതയ്ക്കായി സ്തോത്രം. നാഥ, ഇങ്ങനെ അടയാളങ്ങളായി മാറാൻ പിടിച്ചു നിന്നും പ്രാർത്ഥിച്ചും തളരാതെ നിന്ന് ഇന്നത്തെ കഷ്ടങ്ങൾ നാളത്തെ അടയാളങ്ങളായി മാറാൻ ദൈവം ഇടയാക്കണം. അതിനുള്ള വരം ഞങ്ങൾക്ക് തരണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.